ഇടുക്കി ജില്ലയിലേക്ക് പോവുകയാണ്. ജോസിൽ സെബാസ്റ്റ്യൻ തയ്യാറാണ്. ജോസിൽ, ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ മലയോര മേഖലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ വളരെയധികം ബാധിച്ചിട്ടുള്ളത്. തോട്ടം തൊഴിലാളികളെയും മലയോര മേഖലയിലുള്ള ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർക്കും വലിയ രീതിയിലുള്ള ആഘാതം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ എന്ന് പറയുന്നത്. ഇന്ന് സ്വല്പം ശമനമുണ്ട് മഴയ്ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും എന്താണ് പൊതുവെയുള്ള ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും? വിനീഷ, കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് പോലെ തന്നെ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാവിലെ മുതൽ ഈ ചാറ്റൽ മഴ ഇങ്ങനെ തുടരുകയാണ്. അതൊരു വളരെ ആശങ്ക ഇടുക്കിയെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. ഈ മണ്ണിൻ്റെ ഈ നനവ് മാറാത്ത ഇതിങ്ങനെ തൂളൽ മഴ ഇങ്ങനെ നിൽക്കുന്നത് ഇടുക്കിയെ സംബന്ധിച്ച് ആശങ്കാജനകം തന്നെയാണ്. ഇപ്പോഴും ഈ തുടർച്ചയായി ആ മഴ ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ തീവ്രമായ ശക്തിയായ മഴയല്ല, പക്ഷേ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ നിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഏതായാലും ജാഗ്രതയോടുകൂടിയുള്ള കരുതൽ ഈ മേഖലയിലെല്ലാം ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴയോടൊപ്പം ചില ഹൈറേഞ്ച് മേഖലയിൽ ശക്തമായ കാറ്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആകെ ഇന്നലെ രാത്രിയിൽ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തത് ഈ ഇടുക്കി തൂക്കുപാലത്ത് മഴയിൽ തെന്നി നീങ്ങി ഒരു വാഹനം ഓടയിലേക്ക് പതിച്ചത് മാത്രമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കഴിഞ്ഞ രാത്രി ഇന്നലെ നമ്മൾ കൊടുത്ത വാർത്തകൾക്ക് ശേഷം, അപകടങ്ങളുടെ വാർത്തകൾക്ക് ശേഷം ഇന്നലെ രാത്രിക്ക് ശേഷം ഈ ഒരൊറ്റ അപകടം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജില്ലയാണ്. പല സ്ഥലങ്ങളിലും പല അപകടങ്ങളും വരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പൂർണ്ണമായി അറിയില്ല. പക്ഷേ പുറത്തു വന്നിരിക്കുന്ന ഒരു അപകടം ഇടുക്കി തൂക്കുപാലത്ത് മഴയിൽ തെന്നി നീങ്ങി ഒരു വാഹനം ഓടയിലേക്ക് പതിച്ചിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിലേക്ക് കൊഴിച്ച ഓടയിലേക്കാണ് ഈ വാഹനം തലകീഴായിട്ട് മറിഞ്ഞത്. ആ ഒരു അപകടം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗികമായ കണക്ക് പ്രകാരം 121 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ 6 ദിവസങ്ങളിലായി പെയ്യുന്ന മഴയുടെ ഭാഗമായി തകർന്നിട്ടുണ്ട്. 13 ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ 13 ക്യാമ്പുകളും ഞാൻ നേരത്തെ ബുള്ളറ്റിനുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ എന്തെങ്കിലും അപകടം ഉണ്ടായതുകൊണ്ടല്ല, അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നതാണ്. അത് 205 പേരാണ് ആ ക്യാമ്പുകളിൽ ഉള്ളത്. ജില്ലയിൽ 4 ഡാമുകൾ തന്നെയാണ് തുറന്നിരിക്കുന്നത്. പക്ഷേ ഈ മൂവാറ്റുപുഴ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ കയറ്റിയും ഇറക്കിയും ഒക്കെ ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ തൊടുപുഴയാറിൻ്റെ പ്രദേശത്തും ഈ മൂവാറ്റുപുഴ ആറിൻ്റെ തന്നെ പ്രദേശങ്ങളിലും ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മലങ്കര ഡാമിലെ ജലം കൊണ്ട് മാത്രമല്ല വെള്ളം പൊങ്ങുന്നത് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ജലം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഈ ഷട്ടറുകൾ ഉയർത്തിയും താഴ്ത്തിയും എല്ലാം ജലനിരപ്പ് കുറേയേറെ ക്രമീകരിക്കാൻ ജില്ലാ ഭരണകൂടവും അതിൻ്റെ ഡാം സേഫ്റ്റിയും എല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഏതായാലും നിയന്ത്രണങ്ങൾ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ. ഈ ചില മേഖലയിൽ ചില റോഡുകൾ, പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി പാതയിലെ ഈ അടിമാലി മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് യാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലും തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെയും ഈ യാത്ര പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. ഈ NDRFൻ്റെ ഒരു ടീം തന്നെ ഇടുക്കി ജില്ലയിൽ വന്ന് കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഏതായാലും കടുത്ത ജാഗ്രതയിൽ തന്നെ ഇടുക്കിയിലെ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോവുകയാണ്. വിനിഷ, ശരി. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മഴയുടെ തത്സമയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജോസിൽ സെബാസ്റ്റ്യൻ. പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുമ്പോൾ സുജു ടി ബാബു തയ്യാറാണ്. സുജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പത്തനംതിട്ടയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി വെള്ളപ്പൊക്ക ഭീഷണിയും നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറിയ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. നിലവിൽ എന്താണ് പത്തനംതിട്ട ജില്ലയിൽ മഴയുടെ ഒരു അവസ്ഥ? വിനീഷ, മഴ രാവിലെ മുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ്. പത്തനംതിട്ട ജില്ലയിൽ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പറം ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയതുകൊണ്ട് KSRTC സർവീസ് ഉൾപ്പെടെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് അവിടെ ബുദ്ധിമുട്ടുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവല്ല ഉത്രമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് വീശുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണുണ്ടാകുന്ന അപകടങ്ങളും കൂടുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ തിരുവല്ലയും 200ഓളം ആളുകളെയാണ് തിരുവല്ലയിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.